നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാണം കെട്ടുപോകുക, നമ്മുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന എന്തെങ്കിലും സംഭവിച്ചു പോവുക. പടച്ചവനെ, നമ്മളത് വല്ലാതെ ഭയപ്പെടുന്നു. നമ്മളിൽ ഒരാൾ പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം ഈ ദുനിയാവിലെ ജനങ്ങളുണ്ടല്ലോ, ഈ പാണത്തൂരുകാര് നീ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്തതിന്റെ പേരിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര നാള് പറയും? അതാ മനസ്സിലാക്കേണ്ടത്. നീ ഒരു പെണ്ണ് കേസിലോ ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കള്ളത്തരത്തിൽ നിന്നെ പിടിക്കപ്പെട്ടു, എത്ര നാള് നിന്റെ നാട്ടുകാർ പറയും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ച പറയും, മടുത്തു കഴിയുമ്പോ അടുത്തവന്റെ കാര്യം നോക്കും. ഇത്രയേ ഉള്ളൂ. ഈ ദുനിയാവിലെ ഈ നശ്വരമായ ദുനിയാവ് കൂടിപ്പോയ നീ മരിക്കുന്നത് വരെ പറയും. അപ്പൊ ഈ ദുനിയാവിലെ ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുന്നതിനെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നിങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. അള്ളാഹുവേ, ഈ ദുനിയാവിൽ നീ നാണം കെടുത്തല്ലേ അല്ലാ. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകനായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആരാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്നറിയുമോ? പടച്ചവനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ചറപ്പിനൊരു ഭവനം പണിതാ, പരിശുദ്ധമായ കഅബാലയം പണിതാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചെയ്ത ഒരു ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? എന്താണ് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്തിന്റെ വിപനായ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്റെയും റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, നാളെ പരലോകത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കബറിനകത്ത് നീ നാണം കെടുത്തല്ലേ അല്ലാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുകയാ, ഈ ഭൂമിയിൽ വെച്ചല്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ചല്ല, നാളെ നിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, ആ പരലോകത്ത് നീ എന്നെ നിന്യനാക്കല്ലേ അല്ലാ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇവിടെ നാണം കെടുന്നതിൽ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നതെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അതാ ഈ ഒരു ദിവസം പാണത്തൂര് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും നിന്റെ നാട്ടുകാരും പടച്ചവനെ നിന്റെ വീട്ടിലേക്ക് അവസാനമായി നിന്നെ കാണുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. നിന്റെ വീട്ടുകാര് നിന്നെ താങ്ങിയെടുത്തു, വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ, നിന്നെ മുഖപിടിപ്പിക്കുകയാ, നിന്റെ ശരീരം മുഴുവനും തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ടൊരു ചെറിയ കുഞ്ഞിനെ വാരിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ എടുത്തുകൊണ്ടുവന്ന് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ.
അന്നതാ നിന്റെ കുടുംബക്കാരുണ്ടല്ലോ അതാ സുഗന്ധം തേച്ച പഞ്ഞിയെടുക്കുകയാണ്. കുറച്ചു പഞ്ഞിയെടുത്തിട്ട് സുഗന്ധം തേക്കുകയാണ്. എണ്ണത്തട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് വെക്കുകയാ. മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണികട മുകളിൽ കിടത്ത് നിന്നെ നല്ലതുപോലെ പൊതിഞ്ഞു 3 കെട്ടുകൾ കെട്ടി പാണത്തൂര് പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന വാഹനത്തിന്റെ അകത്ത് നിന്റെ ജനാസയെടുത്തു മലർത്തി കിടത്തിയിട്ട് 6 പേര് ചുമക്കുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പാണത്തൂര് പള്ളിയുടെ ഉൾഭാഗത്ത് കൊണ്ടുവച്ച നിന്റെ മയ്യത്ത് നമസ്കരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന 6 അടി മണ്ണിന്റെ കബറുണ്ടല്ലോ. ആ കബറിന്റെ അകത്തേക്ക് പുതിയ പളയെ കൊണ്ട് വെക്കുന്നത് പോലെ സുഗന്ധങ്ങൾ തേച്ചു പടച്ചവനെ നിന്നെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു പലകയെടുത്ത് നിരത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയെറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. എല്ലാവരെയും കുളിപ്പിക്കാറുണ്ട്, സുഗന്ധം തേക്കാറുണ്ട്, പുതിയ വസ്ത്രം ധരിക്കാറുണ്ട്. എല്ലാവരെയും പാണത്തൂര് പള്ളിയുടെ കബർസാനിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊണ്ടുപോയി നല്ലതുപോലെ കുളിപ്പിച്ച് ഒരുക്കി കൊണ്ടുപോയി കബറടക്കുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് 2ാമത് മുതുന്ന ദിവസമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ പള്ളിപ്പറമ്പിലെ കബർസാനിൽ നിന്ന് ജനങ്ങളൊക്കെ എഴുന്നേക്കുകയാ, നിങ്ങളൊക്കെ എഴുന്നേക്കുകയാ. എങ്ങനെയാണ് കൊണ്ട് കബറടക്കിയത്? മനുഷ്യക്കോലത്തില് നല്ലതുപോലെ കുളിച്ചൊരുക്കിയിട്ട് സുഗന്ധം തേച്ചു പള്ളിക്കുഴിയിൽ കൊണ്ടുപോയി കുടിച്ചിട്ട് നീ എഴുന്നേറ്റ് വരുന്ന രംഗം എങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ 41 വിഭാഗത്തിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എന്റെ സമുദായം എഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുകയാ, നമ്മളെല്ലാം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ ഇബ്രാഹിം നബി ദുആ ചെയ്യാനുള്ള കാരണം എന്തെന്നറിയോ? വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. നാളെ പരലോകത്തന്നെ നീ നിന്നനാക്കല്ലേ എന്ന് ദുആ ചെയ്യാനുള്ള കാരണം എന്താ? അവിടെ പടച്ചവനെ പരലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും യാക്കൂബ് നബിയും യഹിയാ നബിയും ഈസാ നബിയും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, നിന്റെ വാപ്പയുണ്ട്, നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, നിന്റെ മക്കളുണ്ട്, നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്. അങ്ങനെ കോടാനി 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 ജനങ്ങള് അല്ലാഹുവിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ അവിടെ നാണം കെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? അവിടെ വെച്ച്
വെച്ച് നാണം കെട്ട് പോകുന്നവനെ കുറിച്ച്, അവിടെ മാസക്കാരനായി പോകുന്നതിനെ തൊട്ട് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നീ ഭയപ്പെടുന്നില്ല? അതുകൊണ്ടാണ് മൂസാ നബി ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാ എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവര് കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നമ്മളൊക്കെ ഇവിടെ ആരുടെയെങ്കിലൊക്കെ മുന്നിൽ നാണം കെടുന്നതിനെ വല്ലാതെ ഭയപ്പെടുന്നു. എടാ, പറയുന്നവൻ കുറച്ചു ദിവസം പറയും, അവന്റെ നാവ് മടുക്കുമ്പോ അവൻ നിർത്തും. ഇവിടെ നാണം കെടുന്നതിനെ കുറിച്ചല്ല, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം നാണം കെടുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നീ ചിന്തിക്കണില്ല? എടാ, ഈ പാണത്തൂരുകാര് കുറെ നാള് പറയും, മടുക്കുമ്പോ അവൻ നിന്റെ വിഷയം വിടും, അടുത്തവന്റെ വിഷയം തുടങ്ങും. മനുഷ്യന്റെ വാകെട്ടാൻ പറ്റൂല, കുടത്തിന്റെ വാകെട്ടാനേ പറ്റൂ. ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ നീ ഇനി എന്തു പുണ്യം ചെയ്താലും പറയേണ്ടവൻ പറയുക തന്നെ ചെയ്യും. അതെന്ത് നീ മനസ്സിലാക്കാത്ത? ഈ പാണത്തൂര് പള്ളി, ഇനിയിപ്പോ ഈ കാണുന്ന മദ്രസ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് കെട്ടിക്കൊടുത്താലും എന്തു പറയും? ഞാൻ ചോദിക്കട്ടെ, ഈ പാണത്തൂര് മദ്രസ ചോർന്നൊലിക്കുന്ന ഈ മദ്രസയുടെ നിർമ്മാണമാണ് ഇവിടുത്തെ വിഷയം. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാം, അപ്പൊ നിങ്ങൾ എന്തു പറയും? പണത്തിന്റെ അഹങ്കാരം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കാണുന്ന പള്ളി ഇടിച്ചു കളഞ്ഞിട്ടൊരു പുതിയ പള്ളി പണിത് കൊടുത്താലും നമ്മൾ എന്തു പറയും? രണ്ടഭിപ്രായമാ. അവൻ പണത്തിന്റെ അഹങ്കാരം കാണിച്ചോ. എന്നാൽ എത്ര പേര് പറയും അൽഹംദുലില്ലാ അവൻ ചെയ്തത് നല്ലതാന്ന്? എത്ര പേര് പറയും? അതാ ഞാൻ പറഞ്ഞത്, ഈ നാട്ടുകാർ പറയേണ്ടത് പറയും, അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്കത് തന്നെ പണി, അവർക്കത് തന്നെ പണി. പക്ഷെ ഇവിടെ നാണം കെടുന്നതിനെ കുറിച്ച് വിഷയമില്ല. അള്ളാഹുവിന്റെ പരലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുചരന്മാരും നിൽക്കുന്ന ആ കോടതിയിൽ നീ നാറിയ എന്ത് ചെയ്യും? അവിടെ നീ നാണം കെട്ടുപോയി പറഞ്ഞത്, പടച്ചവൻ എന്നെ നീ നാണം കെട്ടുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാണത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ചില ആൾക്കാരിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ മൂക്കുപൊത്തും. ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് ചില ആൾക്കാർ നാളെ പരലോകത്തേക്ക് വരുന്നത് കാണുമ്പോ തന്നെ ജനങ്ങൾ മൂക്കുപൊത്തും, മുഖം തിരിക്കും. നിന്നെ കാണുമ്പോ അത്രയ്ക്കും ദുർഗന്ധമാണ് നിനക്ക്, അത്രയും പുഴുത്ത് നാറി ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നിന്യനായി നിസാരനായി നാണം കെട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആൾക്കാരുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് താടിയുണ്ടാകും, തലപ്പാവുണ്ടാകും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, സദഖ കൊടുക്കും, പള്ളിയുടെ കമ്മിറ്റിക്കാരനാകും, എല്ലാ കാര്യങ്ങൾക്കും നടക്കും. 24 മണിക്കൂറും ഫർദയും ഹിജാബും ഇട്ട് കൈക്കകത്ത് തസ്ബീഹും കയറ്റിയിട്ട് അടിച്ചുകൊണ്ട് നടക്കണ താത്തയായിരിക്കും. പക്ഷെ അള്ളാന്റെ കോടതി വരുമ്പോ അവരെ കാണുമ്പോ ജനങ്ങൾ മുഖം പൊത്തിയിട്ട് മൂക്ക് പൊത്തിയിട്ട് തലതിരിക്കും, നിന്നെ കാണാതിരിക്കാൻ. നീ അത്രയും വൃത്തികെട്ടവനായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോന്ന് നോക്കാം. ഞാനതാ പറയാൻ പോകുന്നത്. അങ്ങനെ നാളെ നാണം കെട്ട് പരലോകത്ത് കടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടോ ഇല്ലേ? അതാണ് ഇന്നത്തെ വിഷയം. എന്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എന്റെ കാര്യം ഞാൻ അതിനാ പറയുന്നത്. എടാ, നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടി പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളെ ആരെയും നന്നാക്കാനല്ല വഴുതു പറയുന്നത്. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ. ഒരു ആമീൻ പറ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ മതി, ഞാൻ രക്ഷപ്പെടാൻ. ഒരു ആമീൻ പറഞ്ഞേ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. പറ ഉസ്താദന്മാരെ ഒരു ആമീൻ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അല്ലെ, ഞങ്ങൾ എപ്പോഴും പറയടാ, വഴുത് കെട്ടിട്ട് നന്നാകാനായിരുന്നെങ്കിൽ മൈക്ക് സെറ്റുകാരും നന്നാകണ്ടേ, ക്യാമറമാൻ നന്നാകണ്ടേ, പരിപാടിയുടെ സംഘാടകർ എത്ര പേര് അപ്പൊ വഴുത് വെക്കുക? വഴുത് വെക്കുന്നതിൽ എത്ര സംഘാടകരാ വഴുത് വെക്കണത്? ഇല്ലവനില്ല, അവൻ പിരിവും മറ്റുള്ള കാര്യമായിട്ട് തെക്ക് വടക്ക് നടക്കുക. നമ്മൾ ചിന്തിക്കേണ്ടതാ. അപ്പൊ അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് ആ സെൻസസ് ഒന്നെടുക്കാം.
നാളെ അള്ളാഹുടെ കോടതിയിൽ അതിനകത്ത് എന്താ അപ്പൊ ചായ വെക്കുവാണോ? സുബ്ഹാനല്ലാഹ്. കൊള്ളാം. വേദ കേൾക്കലൊന്നും ഇല്ല, അവിടെ ചായയും കാപ്പിയൊക്കെ കൂടിയ മുകളിൽ അവിടെ ഒരു കൗണ്ടർ ഉണ്ടില്ലേ, എല്ലാ സൈഡിലും ഉണ്ട്. അൽഹംദുലില്ലാ, പാണത്തൂര് പുരോഗമിച്ചു പോയിട്ടാ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പക്ഷെ 2 കസേര കൂടെ ഇട്ട് കൊടുക്കണം, നിന്നാ കുടിക്കണില്ല. നിന്നാണ് കുടിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്ന് കുടിച്ചാലുള്ള ശിക്ഷ എന്താ? നിന്ന് കുടിച്ചാലുള്ള ശിക്ഷ എന്താ? മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നോട് ദേഷ്യമൊന്നും വെക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഭാഗമാരാ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് കേട്ട് നോക്കിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ആരുടെ ഹൃദയത്തിലാണോ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളത്, അവൻ നാളെ പരലോകത്ത് നാണം കെട്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പാണത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുമ്പോ നാണം കെട്ടവളെ പോലെ പടച്ചവനെ പുഴുത്തു നാറുന്ന കോലത്തില് ജനങ്ങൾക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയില് നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അവർ അഹങ്കാരികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്താണ് അഹങ്കാരമെന്ന് പറഞ്ഞാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബത്റുൽ ഹഖി വഅംദുൻ നാസ്, യാഥാർത്ഥ്യത്തെ ധിക്കരിക്കലും മനുഷ്യരോട് അവഗണന കാണിക്കലുമാണ് അഹങ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റുള്ളവരോട് പുച്ഛമാണ്, അവഗണനയാണ്, പടച്ചവനെ നിസ്സാരമായി കാണുകയാണ്. എത്ര സത്യം പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാകില്ല. പടച്ചവനെ അതാ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ, അവൻ എങ്ങനെയാണ് പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? എല്ലാവരും എന്നെ കാണുമ്പോ ബഹുമാനിക്കണമല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണമല്ലോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ദാനധർമ്മി ഞാനാണെന്ന് പറയണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിനു വേണ്ടിയല്ലേ പലതും ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ, പരസ്യമായി പലതും ചെയ്യുന്നവരുണ്ടല്ലോ. എന്തിനാ ജനങ്ങൾ വലിയവനാണെന്ന് പറയണം? ഞാനാണ് ഇവിടത്തെ ഏറ്റവും വലിയവനെന്ന് ജനങ്ങൾ പറയുന്നതിന് വേണ്ടി പലതും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അൻ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദിർരി ഫീ സൂരി റിജാൽ. ജനങ്ങളെ മുഴുവനും ആദരിക്കണം, ജനങ്ങളെ മുഴുവൻ ബഹുമാനിക്കണം, നീ വലിയവനാണെന്ന് നാട്ടുകാര് പറയണം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അഹങ്കരിച്ചു നടന്നവന് നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കോലം എന്തെന്നറിയോ? ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉപ്പമാരെ, പെങ്ങന്മാരെ, ചെറിയ ഉറുമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? അല്ലാഹു അതുപോലെ നിന്നെ ചെറുതാക്കുകയാ. ഇവിടെ വലിയവനായി നടക്കണം, ഇവിടെ ജനങ്ങളെ വലിയവനെന്ന് പറയണം. അതിനുവേണ്ടി നീ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ, അതുപോലെ നിന്നെയാക്കുകയാണ്, നിസാരനാക്കുകയാണ്, ഏറ്റവും ചെറിയവനാക്കുകയാണ്. ഈ കോലത്തിലാണ് നീ പരലോകത്ത് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനങ്ങൾ കാണുമ്പോ എഴുന്നേക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, വലിയവനെന്ന് പറയണം. ഇതിനു വേണ്ടിയാ നമ്മളൊക്കെ ഇതൊക്കെ കാണിക്കണേ. എങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോ ഈ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ഡ്രസ്സിനകത്തൊക്കെ കയറി ഇരുന്നിട്ട് കടിക്കണ ചെറിയ ഉറുമ്പ്, അല്ലാഹ് അതുപോലെ നിന്നെ അങ്ങ് താഴ്ത്തും.
ഉറുമ്പിന്റെ കോലത്തിൽ അല്ലാഹുവേ നീ നിസാരനായി പരലോകത്ത് വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കടുക് മണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ പോയി നമ്മുടെ കാര്യം. ഒരു കടുക് മണിയുടെ അളവെങ്കിലും അഹങ്കാരം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ദുനിയാവും പോകും, ആഖിറവും പോകും, സ്വർഗവും പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കടുക് മണിയുടെ അളവുണ്ടെങ്കിൽ മതി പോയി നമ്മൾ. നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ? അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കാൻ. ഈ കൈപൊക്കിയത് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളം? ഈ കൈപൊക്കിയത് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളം അല്ലേ? എന്ത് അഹങ്കാരം ഇല്ലേ നമുക്ക്? ഒരു കള്ളം പറഞ്ഞു, അല്ലാഹു പുറത്തേരുമാറാകട്ടെ അല്ലേ? ഞാൻ ഒന്നും ഇല്ല എന്നുള്ള അതാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതാ ശൈത്താൻ അങ്ങനെ മനുഷ്യനെ ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇബ്ലീസ് ഒരു മഹാന്റെ മുന്നിൽ ചെന്നിട്ട് പറയുക, 40 കൊല്ലമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക, നിങ്ങളെ ഒന്ന് പിഴപ്പിക്കാൻ വേണ്ടി. ഞാൻ തോറ്റു, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാ. 40 വർഷമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ ഞാൻ നടക്ക, നിങ്ങളെ തോപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തോൽവി സമ്മതിച്ച് ഞാൻ പോവാ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പണി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഞാൻ നിന്റെ മുന്നിൽ തോറ്റു എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ തോന്നുമല്ലോ ഞാൻ ആരോ ആണെന്നപ്പം. അപ്പോഴും ആ മഹാൻ പറഞ്ഞത്, നിന്റെ പണി എന്റെ അടുക്കൽ നടക്കില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളം എന്താ? അടയാളം ഞാൻ പറഞ്ഞുതരാം. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള ഒരു അടയാളം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള അടയാളം ഒരേന്ന് പഠിക്കാം. എന്താ അടയാളം? എന്താ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ തങ്ങൾ പടച്ചവനെ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കുകയാ. പടച്ചവനെ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി വന്നിട്ട് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പടന്ന് കത്തികേറ്റുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പടന്ന് കത്തികേറ്റി. അല്ലാഹുവേ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ ഇമാമാണ്, മിഹ്റാബിന്റെ അകത്താണ് നിൽക്കുന്നത്. ഈ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തി മലർത്തികെട്ടാ പോയത്. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം ഉപ്പമാരെ. നിസ്കാരത്തിൽ നിന്നിട്ട് ശരീരമിട്ട് അനക്കുന്നവര്, കളിയും തമാശയും കാണിക്കുന്നവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിവയറ്റിൽ കുത്തുകൊണ്ടിട്ട് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളുണ്ടല്ലോ, അവിടെ നിന്ന് കുത്തുകൊണ്ടിട്ട് താഴെ വീഴുകയാ. ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പോലും കൈയടിച്ചില്ല. സാക്ഷാൽ ഉമർ തങ്ങളുടെ മകൻ പറയാ നിസ്കാരത്തിനുണ്ട്, ഒരാള് പോലും കെട്ടിയ കയ്യപടം നഴിച്ചില്ല. അല്ലാഹുവേ, എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാ, എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് താഴേക്ക് തളർന്നു വീഴുകയാ. ഉമർ തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും കേറി അവിടെ നിന്ന് ഇമാമത്ത് നിൽക്കാൻ. തന്റെ പുറകിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് മുന്നിലേക്ക് കയറുകയാണ്. പടച്ചവരെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലിന്റെ ചുവട്ടിൽ
ചുവട്ടിൽ കിടന്നു മരണവപ്രാടത്തിൽ പിടയുകയാ. അപ്പോഴാണ് പടച്ചവനെ നിസ്കരിക്കുന്നത്, അപ്പോഴാണ് നിസ്കരിക്കുന്നത്. പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്തേക്ക് വന്നിട്ട് പലരും അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അങ്ങനെ ഉമർ തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയവനല്ലേ? പടച്ചവനെ, ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ഓർമ്മപ്പെടുത്തുകയാ. കാട്ടാളനായ ഖത്താബിന്റെ മകനായ ഉമർ, നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസ്ലിമായില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ കഴിഞ്ഞില്ലേ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ? ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യമല്ലേ ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ? ഈ യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? നിങ്ങൾ ഭാഗ്യവാനല്ലേ? ഉമർ തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ, സന്തോഷം കാരണം നിറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാ. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെ നിന്നൊരു കാഴ്ച കാണുകയാ. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് നടക്കുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങള് അവിടുന്ന് പതുക്കയങ്ങ് എഴുന്നേക്കുകയാ. പടച്ചവനെ, അതാ അടിവയറ്റിലേക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട്, യാ പുനയ്യാ, പൊന്നുമോനെ, പൊന്നുമോനെ, ഒന്ന് നിൽക്കടാ ചെറുപ്പക്കാരാ. ഇത്രയും പറഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരനോട് ഉമർ തങ്ങൾ പറയുന്നു, മോനെ ഒന്ന് നിൽക്കടാ, മോനെ ഒന്ന് നിൽക്കടാ. എന്നിട്ട് ഉമർ തങ്ങൾ പറയുകയാ, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇനി നീ ഉടുത്തിരിക്കണം മുണ്ടും പാൻറ്റും നോക്ക് എവിടാ കിടക്കണേന്ന്. നിങ്ങൾ ഓരോരുത്തർ ഇട്ടിരിക്കണം മുണ്ടും പാൻറ്റും എവിടാ കിടക്കണത്? ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടോ, ഞെരിയാണിക്ക് മുകളിൽ കിടക്കുന്നുണ്ടോ? പൊക്കി ഉടുത്ത് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെയൊക്കെ വസ്ത്രം എങ്ങനാ? താത്താമാരെ, നിങ്ങളുടെയൊക്കെ ഫർദ എങ്ങനാ? ചില താത്താമാര് റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടാ പഠിച്ച, എന്തിനാ പെങ്ങളെ നീ മുറ്റം തൂക്കാൻ ആളെ വിളിക്കണത്? നീ വീടിന് ചുറ്റും ഒന്ന് നടന്നാ പോരെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പല വവ്വാലിന്റെ ഒരു ഫർദയുണ്ട് അല്ലേ? വവ്വാലിന്റെ ഒരു ഫർദ. വവ്വാലെന്നല്ലേ സാർ? ഇങ്ങനെ തൂത്തോണ്ട് നടക്കും. ഇങ്ങനെ പട്ടി നടക്കണ വഴി കൂടെ വരെ നീ ഇതും വലിച്ചോണ്ട് നടക്കുക. എന്നിട്ടാ നീ നിസ്കരിക്കണേ. ആലോചിക്കേ,
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങൾ ഈ മുണ്ടിങ്ങനെ താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നത് ഒരു ഫാഷനാണ്. പാൻറ്റിൻ്റെ കാര്യം പോകട്ടെ, ഒന്ന് ആലോചിക്ക് ചങ്ങാതി, എന്തുകൊണ്ട് നിന്റെ തലയ്ക്കകത്തോളവാ? ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം. അത് അഹങ്കാരത്തിന്റെ അടയാളം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ കാക്കുമാറാകട്ടെ. ഇനിയെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിച്ചോ, ഒന്ന് പൊക്കി കൊടുത്തണം. നെരിയാണിക്ക് താഴെ നിൽക്കരുത്, മുകളിലേക്ക് മാക്സിമം എത്ര പൊക്കി കൊടുത്താൻ പറ്റുമോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് വസ്ത്രം പൊക്കി കൊടുത്ത്. ചെറുപ്പക്കാരൊക്കെ മൂത്രപ്പരയെ പോകുമ്പോഴും പാൻറ് ഇങ്ങനെ ഷൂവിന് പകരം പാൻറ് തറയിൽ കിടക്കണം വരച്ചുകൊണ്ട് പോവുക. ചില വാപ്പമാരുടെയൊക്കെ മുണ്ടൊക്കെ കാണണം. അള്ളാഹു ആലം, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ അഹങ്കാരം, ഞാൻ പറഞ്ഞു വന്നത്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അള്ളാഹ് നിന്നെ നാണം കെടുത്തും. നാളെ പരലോകത്ത് നിന്നെ നാണം കെടുത്തി നിന്നിനാക്കി നിസാരനാക്കി അള്ളാഹു നാളെ നിന്നെ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ ഔറത്ത് നീ മറച്ചോ മറക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഔറത്തുകൾ നിങ്ങൾ മറച്ചോ, പക്ഷേ ഇങ്ങനെയുള്ള രീതികൾ ചിലതൊക്കെ ഇത്തിരി ഓവറാ. അത്രയൊക്കെ എന്തിനാ സഹോദരിമാരെ? നജസ്സുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് ഇപ്പൊ ഇനി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പൊക്കം വേണ്ട. അതാ കാര്യം. എന്തെങ്കിലും പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊക്കെ സന്തോഷം, പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. ഇന്ന് നിയമം പാസ്സാക്കി കഴിഞ്ഞു, വിവാഹപ്രായം 21 ആക്കാൻ. രക്ഷപ്പെട്ടില്ലേ? ഈ വിവാഹപ്രായം ഇനി മുതൽ പ്രായപൂർത്തിയാകുന്നത് 21ാമത്തെ വയസ്സിൽ. 18 തികയുമ്പോ ചാടാൻ നിന്നവളുമാർക്കൊക്കെ പണിയായി. അള്ളാഹു മാറാകട്ടെ. 18 തികയുമ്പോ ചാടാൻ, 18 തികയുമ്പത്തേക്ക് ഒളിച്ചോടാൻ കാത്തു നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ 8ന്റെ പണിയായി ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കോടതി ചെല്ലുമ്പോ 18 വയസ്സ് തികയുമ്പോ ഞാൻ പറയും, കോടതി എന്നോട് ചോദിക്കും ആരെ വേണം, കാമുകനെ വേണമെന്ന് പറയാ കാത്തിരുന്ന ആമിന ഇപ്പൊ വീടിനകത്തിരുന്ന് കരയുക. ഇത്തിരി ബുദ്ധിമുട്ടായി ഇനിയൊക്കെ വളർത്തണമെങ്കിൽ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ 2 പെൺമക്കളെ, 3 പെൺകുട്ടികളെ ആരെങ്കിലും നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു വിട്ടാൽ അവര് സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. 3 പെൺമക്കളെ 18 വയസ്സ് വരെ നല്ലതുപോലെ വളർത്തിയിട്ട് കെട്ടിച്ചു വിട്ടാൽ മതി, സ്വർഗത്തിൽ പോകും. മുത്തി നബിയുടെ കൂട്ടുകാരായി. ഇപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ 2 കുഴപ്പമുണ്ട് നിനക്കുണ്ട്. അപ്പൊ ഒരാൾ വെച്ച് 1 നിനക്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി ഒരു പെൺകുട്ടിയെ 18 വരെ എത്തിക്കണമെങ്കിൽ അത് യുദ്ധം ചെയ്യൽ, ജിഹാദാ. 18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ഒരു ഉപ്പയും ഉമ്മയും പൊന്നുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാ. ഇനിയിപ്പോ 18 അല്ല 21 വരെ കൊണ്ടു നടക്കണം. 21 വയസ്സ് വരെ കൊണ്ടു നടക്കണം. അല്ലാഹു ആലം, എന്തൊക്കെ നിയമങ്ങളാണെന്നറിയില്ല. ഇനി പത്രങ്ങളിലൊക്കെ കാണാം. എന്ത് ചെയ്യാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിയമങ്ങളൊക്കെ പാസ്സാക്കണമെങ്കിൽ ഇപ്പൊ അവർക്ക് വളരെ എളുപ്പമല്ലേ? ഇപ്പൊ ആള് കൂടുതലല്ലേ? നമ്മളിങ്ങനെ തമ്മിലടിച്ചുകൊണ്ട് നടക്കുന്നു, അവരിങ്ങനെ നിയമങ്ങൾ പാസ്സാക്കി കൊണ്ട് നടക്കുന്നു. അതാണ്. ചിന്തിക്ക്. എന്തായാലും അൽഹംദുലില്ലാ, അവസാന വിജയം നമുക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിലും സമാധാനിക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഇവന്മാരുടെ കയ്യിൽ അധികാരം കൊടുത്തത് എന്നുകൂടെ നീ ചിന്തിക്കും. അല്ല പറയുന്നത് നമ്മൾ കേൾക്കാതെ വരുമ്പോ അല്ല നമ്മളെ നന്നാക്കും. അല്ല ഇങ്ങനെ നമ്മളെ നന്നാക്കും. ഇപ്പൊ നന്നാക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നാവും നമ്മളൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. 2 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ രണ്ടാമത്തെ ബദാ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുന്ന രണ്ടാമത്തെ നിന്യരാരാ? നാളെ നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? തന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2 ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുക. ഒരു സ്ഥാനം, ജമാഅത്തിന്റെ പ്രസിഡന്റ്, ജമാഅത്തിന്റെ സെക്രട്ടറി, ജമാഅത്തിന്റെ പരിപാലന സമിതിയിൽ ഒരു അംഗമായി, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരുത്തിയ നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പള്ളിയിലെ ഖതീബ് മുജീബ് ഉസ്താദ് ഉസ്താദിന്റെ ഉത്തരവാദിത്വത്തിൽ ഉസ്താദ് വീഴ്ച വരുത്തിയാൽ, സദർ ഉസ്താദിന്റെ വീഴ്ചയിൽ വരുത്തിയാൽ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ, തന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി പരിപാലനമൊക്കെ നടത്തുന്ന, പള്ളി പരിപാലനമല്ലല്ലോ ഭരണമല്ലേ നടക്കുക. ഇന്നെന്താ പറയാ, പള്ളി പരിപാലനമെന്നവർ സത്യത്തിൽ ഖാദിമുൽ കഅബ എന്ന സൗദിയുടെ രാജാവിന് പറയുന്നത്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത്. നമ്മൾ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ. ഇവിടെ എങ്ങനെ ഇലക്ഷൻ ആണോ? എന്നോട് ദേഷ്യം തോന്നരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്തിനാപ്പ പണ്ട് വീട്ടിൽ പോയിട്ട് പറയും, വാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകും. എനിക്ക് വയ്യ, തീക്കട്ടയുടെ മുകളിൽ കയറിയിരിക്കാൻ എനിക്ക് വയ്യ. ആരോ ആയിക്കോ. അള്ളാനെ പേടി. പണ്ടുള്ളവര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, പ്രായമുള്ള വാപ്പമാര് കാലി കിടക്കണ ചെരുപ്പ് ഗേറ്റിൽ ഇങ്ങനെ തട്ടും. ഇതിനെന്നറിയോ, പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടി കിടപ്പുണ്ട്, പറ്റിയിട്ടുണ്ട്. അത് പള്ളിയുടെ പറമ്പിൽ നിന്ന് വെളിയിൽ കൊണ്ടിട്ട് അള്ളാഹിനോട് കണക്ക് പറയണം. അതുകൊണ്ട് തട്ടിയിട്ടിട്ട് പോവാ. അതാ സൂക്ഷ്മത. ഇന്നോ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കണേ. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും എനിക്കറിയില്ല. പ്രസിഡന്റും സെക്രട്ടറി ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറയണം, പൊതുവായിട്ടുള്ള കാര്യം പറയാ. പടച്ചവനെ, അടുക്കള വാതിലിൽ കൂടെ പോയി 1000ന്റെ നോട്ട് എനിക്ക് വോട്ട് തരണം. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ. എന്തിന്? അള്ളാടെ പള്ളി എന്ന് ഭരിക്കാൻ. പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ മനുഷ്യ എത്ര തൂങ്ങണേ? അമാനത്തെന്ന് പറഞ്ഞ പഠിക്കണം. കളിയല്ല ഇത്. അള്ളാഹുവിന്റെ പള്ളിയ. ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്. ഒരു മനുഷ്യനോട് ഞാൻ പറയുന്നു, അധികാരം ചോദിച്ചു വാങ്ങരുത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഈ ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് വേണം ഇവിടത്തെ ഇലക്ഷന് നാമനിർദ്ദേശക പത്രിക കൊടുക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടത്തെ ഇലക്ഷന് നിൽക്കുന്ന ഓരോ മനുഷ്യനും പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കണം, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന്. അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവരാരെന്നറിയോ? അള്ളാഹു പറയുന്നു, ഇന്നമായ ഉമ്മുറു മസാജിദല്ലാഹ്. അള്ളാഹു പറയുകയാ, എന്റെ പള്ളിയുടെ പരിപാലനം നടത്തേണ്ടവരാരാ? ഒന്ന് അള്ളാഹു പറയുന്നു, മൻ ആമന ബില്ലാഹ്, അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹു പറയുന്നത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്ക്. അള്ളാഹ് പറയുന്നു, എന്റെ പള്ളി പരിപാലിക്കുന്നവൻ ഒന്നാമത് ചെയ്യേണ്ട കാര്യം അവൻ എന്നെ വിശ്വാസമുണ്ടാകണം. മൻ ആമന ബില്ലാഹ്. എന്നിട്ട് അള്ളാഹ് രണ്ടാമത് പറഞ്ഞു, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനമുണ്ടെന്ന് നീ ഓർത്തു വെച്ചോ. അതൊരു ഭീഷണിയാ. നീ ഞാനുണ്ടെന്ന് വിശ്വസിക്കണം. എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നീ ഓർത്തു വെക്കണം. എന്നിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പള്ളിയുടെ അമാനത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നത്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ കമ്മിറ്റി ഓഫീസിലിരിക്കുക. അങ്ങനെ തന്നെ വിചാരിക്ക്. ഉമർ തങ്ങൾ തന്റെ ഓഫീസിനകത്തിരിക്കുമ്പോ ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കടന്നു വന്നു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ ഉമറെ വിളക്കണച്ചേ? തിരുട്ടായില്ലേ, എന്തിനാ വിളക്കണച്ചേ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്തു വാങ്ങിയ എണ്ണയാണ്. നമ്മൾ കുടുംബകാര്യം ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ അള്ളാന്റെ അടുക്ക ഞാൻ കണക്ക് പറയണമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പാലിക്കേണ്ടത് അവിടെയാ. പള്ളിയിൽ ഉദാഹരണം പറഞ്ഞാൽ, പള്ളിയിലെ പ്രസിഡന്റ് ഫാന് വിട്ട് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോ കല്യാണ ആലോചനയോ എന്തെങ്കിലും കുടുംബകാര്യം ചർച്ച ചെയ്താൽ അപ്പൊ ഓഫാക്കണമെന്നാ പറഞ്ഞതിനർത്ഥം. ആരോടെ അമാനത്തിന്റെ കാര്യം പറയണേ? നമ്മുടെ അമാനത്തിന്റെ കാര്യം പറയണോ? പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ.
ഇവിടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടണ എന്തിനാ? നിന്റെ ചെരുപ്പ് നിനക്കറിയില്ല. അത് മൂട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ അതുവരെ വെട്ടിയിട്ടിരിക്കണേ. കപ്പ് കയറിലാ കെട്ടിയിരിക്കണേ. തൊടലി കിട്ടിയ അത് ഇട്ടും വെക്കും നമ്മൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോകട്ടെ, ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നിങ്ങൾ ആരും ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. നിങ്ങളൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ MP യോ MLA യോ ഒരു വാർഡ് മെമ്പറോ ആരും അല്ല. പക്ഷെ നീയും ഒരു ഭരണാധികാരിയാ. ഇരിക്കണ ഓരോ ആണുങ്ങളും ഒരു ഭരണാധികാരിയാ. നീയും ഒരു ഉത്തരവാദിത്തം അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതുത്തരവാദിത്തമെന്നറിയുമോ? നീ എവിടത്തെ ഭരണാധികാരിയാണെന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല. പിന്നെ നീ എവിടത്തെ ഭരണാധികാരി എന്നറിയോ? നിന്റെ വീടിന്റെ ഭരണാധികാരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രഭാഷണത്തില് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണം. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണം. ഭാര്യയും മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ, അവർ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അതാ ഖുർആൻ പറഞ്ഞത്, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. ഖുർആൻ പറഞ്ഞു, പോകുമ്പോ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ, രക്ഷപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് കള്ളുകുടിയന്മാരല്ല, വ്യഭിചരിച്ച് നടക്കുന്നവരല്ല, പലിശ തിന്നുന്നവര് മാത്രമല്ല. അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാണ്. റബ്ബവരോട് സംസാരിക്കില്ല, അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല. അവര് നാളെ പരലോകത്തിലെ നശിച്ചവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരോട് അല്ലാഹു ഒന്ന് മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല. 3 വിഭാഗം. അവരിൽ ഒന്നാമത്തെ വിഭാഗം ഈ ഇരിക്കണ വാപ്പമാരിൽ ചില വാപ്പമാരാ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ചില ഉപ്പമാരാ. തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. ഈ വാപ്പ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിലും ഇനി എത്ര വലിയ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. എടാ, നിനക്കറിയാം തെറ്റാ. ഈ പള്ളിയിൽ മഗ്രിബിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇശായി നിസ്കരിച്ച് ഹദ്ദാദ് ഓതി ഉസ്താദിനെ മുസാഫഹത്തും ചെയ്തിട്ട് നീ വീട്ടിൽ പോകും. നീ നല്ല മനുഷ്യനാ. നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും സീരിയൽ കണ്ടോണ്ടിരിക്കുക. തെറ്റല്ലേ? തെറ്റല്ലേ? സീരിയൽ കാണാൻ പാടുണ്ടോ? സിനിമ കാണാൻ പാടുണ്ടോ? എവിടെയെങ്കിലും ഹലാലാക്കാൻ പറ്റുമോ? പാവമാണെന്ന് നിനക്കറിയാം, കണ്ടോട്ടെ, കുഴപ്പമില്ല. നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കും, നിന്റെ മക്കൾ നിസ്കരിക്കുവോ? നിന്റെ ഭാര്യ നിസ്കരിക്കുവോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? പറ മനുഷ്യന്മാരെന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആരെങ്കിലും ഒന്ന് പൊക്കറോ? കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ. എടാ, നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു താത്ത സിറ്റ് എവിടെ അർശലിരിപ്പുണ്ട്, മുകളിൽ താഴെ, ഒന്ന് കൈപൊക്കിക്ക് കാണട്ടെ താത്ത. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അല്ല ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ ഓസിന് കേറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം? അള്ളാന്റെ സ്വർഗത്തിൽ നിനക്കങ്ങ് കേറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? വീടത്തില്ല വാപ്പ നിന്നെ അല്ലാ. നീ തഴമ്പും താടിയല്ല, ഈ പള്ളിയല്ല, അള്ളാടെ കഅബാലയത്തിൽ പോയി വർഷം ഹജ്ജ് ചെയ്തവനാണെങ്കിലും അല്ല നിന്നെ അവിടെ പിടിച്ചു നിർത്തും. നീ അങ്ങ് കേറിപ്പോകാൻ പറ്റിയെന്ന് വിചാരിച്ചോ? നിനക്ക് കളിയാ, നിനക്ക് തമാശ. അള്ളാഹുവിനോട് കളിക്കുക, നിന്റെ ഉത്തരവാദിത്വം നീ പാലിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഔറത്ത് മറയ്ക്കാറുണ്ടോ നിന്റെ മക്കള്? നിന്റെ മക്കൾ ഔറത്തും മറയ്ക്കാറുണ്ടോ? ആണിന്റെ ഔറത്തും അറിയാം, പെണ്ണിന്റെ ഔറത്തും അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണ്. ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ മക്കളുടെ കാര്യം പറയണ പോട്ടെ. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് പുറകിൽ പോയി നോക്കിക്കേ. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഈ വയതിന്റെ സദസ്സിലിരിക്കണ വാപ്പമാരങ്ങോട്ട് പോകുമ്പോ റോഡിൽ ഇറങ്ങുമ്പോ ഒരു മുണ്ടങ്ങോട്ട് ഒരു പൊക്കിയിട്ടൊരു ഉടുത്തുണ്ട്, ഉപ്പാട് അണ്ടർവെയർ വരെ വെളിയിൽ കാണും. പുറകെ വരുന്ന താത്താമാർക്കും കാക്കാമാർക്കും തൊട കാണാനുള്ള പ്രദർശന മത്സരം നടത്തുന്ന ആളാ നമ്മുടെ വാപ്പാമാര്. ചിന്തിക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൊടയും കാണിച്ചുകൊണ്ട് നടക്ക. ഈ വാപ്പയെ ഔറത്തിനെ കുറിച്ച് പറയുന്നേ. എടാ, നിന്റെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് വെക്ക്. കീറിയ പാന്റ്, തൊടകീറിയ പാന്റ് അവൻ ഇടത്തുള്ളൂ. പിച്ചക്കാരൻ, പൈസ ഇല്ല. അള്ളാഹുവിന്റെ ദാരിദ്ര്യം അല്ല മാറ്റി കൊടുക്കുമാറാകട്ടെ. അമീൻ പറ. അല്ലെ, കീറിയ പാന്റ് ഇടുന്നവൻ അല്ലേ, ഒരു കീറിയ വസ്ത്രം ഇടുന്നവൻ ദരിദ്രനല്ലേ? നിന്റെ മോനോ തൊട കീറിയിട്ടിരിക്ക. നിങ്ങളെ ഞാനൊന്നും പറയൂല, കാര്യം പോട്ടെ. പെണ്ണുങ്ങളെ ഞാനൊന്നും പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഔറത്തല്ലേ ഇത്? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? പറവയെ പോലെ, കുരുവിക്ക് കൂട് വെക്കാൻ വെച്ചിരിക്കണ പോലെ. ചെറുതും വലുതും എടുത്ത് നോക്കിയ പഴതിന് വരുമ്പോ ഉസ്താനെ കാണുമ്പോ തൊപ്പിയിടും. ആ തൊപ്പിയൊന്ന് ഊരി പറയാ. തലയിലിട്ടിരിക്കണ തൊപ്പിയൊന്ന് ഊരിക്ക്. പാപ്പായ്ക്ക് ഭയങ്കര താടിയും തഴമ്പ് വരെ ഉണ്ട്. മോന്റെ തല കാണണം. അല്ലാഹുവെ, പടി വെട്ടി വെച്ചിരിക്ക, 18-ാം പടി വെച്ചിരിക്കണ പോലെ. നാലിച്ചു നോക്കിയ ചോദിച്ചാ പറയൂ, ഉസ്താദേ ഞാൻ പറഞ്ഞ കേക്കൂല ഉസ്താദെ, ഞാൻ പറഞ്ഞ കേക്കൂല ഉസ്താദെ. നിന്നെ ആദ്യം മടല് വെട്ടി തല്ലണം. നീ അവന്റെ വാപ്പയാണെന്ന് ആരോടും പറയരുത്. 12, 13, 15 വയസ്സുള്ള മകനെ സ്വന്തം മക്കളെ നേരെ പഠിപ്പിക്കാൻ പറ്റാത്തവനാ പള്ളിയിലെ ഹത്തീബിനെ പഠിപ്പിക്കാൻ നടക്കണേ. നാലിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല. പോട്ടെ, നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ മുണ്ട് പൂക്കാറില്ല, എല്ലാം ശരി തന്നെ. നിങ്ങളൊക്കെ ഫർദ ഇടുന്നവരാ. വീടിനകത്തോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ വാപ്പമാരെ. നിന്റെ 15 വയസ്സുള്ള മകള് വീട്ടിലുണ്ട്. 15 പ്രായപൂർത്തിയായ മകളുള്ള വീട്ടിൽ നിന്റെ മോൻ നിക്കറ് ഇട്ടുകൊണ്ടല്ലേ നടക്കണേ? എന്നാലോചിക്കും. പുറത്തിറങ്ങിയ നീ എല്ലാം വലിയ മഹാനാ. പക്ഷെ നിന്റെ വീടിന്റെ അകത്ത് 15 വയസ്സുള്ള പ്രായപൂർത്തിയായ മകളുടെ മുന്നിലൂടെ ഈ എന്തിനാ അവസാനം പറയാ, ഇത്തിരി താഴോട്ടിറങ്ങുന്ന സാധനത്തിന് ബെറുംപൂട നിക്കറ്, അതെന്നെ പറഞ്ഞാ മതി. ഈ നിക്കറ് ഇട്ടുകൊണ്ട് നിന്റെ മോൻ നടക്കുക. എന്തേ? നിന്റെ പെണ്ണെ പ്രായപൂർത്തിയായ മോന്റെ മുമ്പിലൂടെ ഈ ഫർദ ധരിച്ചിറക്കണ നിന്റെ മോള് ആ ബനിയൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോ എന്തേ പെങ്ങളെ നിനക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റാത്തത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ആങ്ങളെയും പെങ്ങളും അല്ലേ? സഹോദരനെ കാണാൻ പറ്റുമോ? ഇവിടെ സഹോദരനെ കാണാൻ പറ്റുമോ? സഹോദരിക്ക് കാണാൻ പറ്റുമോ? എടാ, ഉമ്മാടെ ഔറത്ത് മക്ക കാണാൻ പറ്റുമോ? ബാക്കിയൊക്കെ പോട്ടെ, സഹോദരനും സഹോദരി നാട്ടുകാരും പോട്ടെ. നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മാടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിന്റെ വാപ്പാടെ ഔറത്ത് നിന്റെ ഉപ്പയല്ലേ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവല്ലേ? ആ പിതാവിന്റെ ഔറത്ത് നിനക്ക് കാണാൻ പൊടി. ഈ അള്ളാന്റെ ദീൻ നോക്ക്. കളിയായി പോയോ നിങ്ങൾക്കൊക്കെ? അള്ളാന്റെ ദീൻ നിനക്കൊക്കെ നിസാരമായി പോയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ, അതിന്റെ തഫ്സീറിൽ കാണാം, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഉമ്മയും വാപ്പയും കിടക്കുന്ന റൂമിന്റെ അകത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത മക്കൾ, ആ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് ചോദിക്കണം, ഉമ്മച്ചി ഞാൻ കേറി വരട്ടെ? കേറി വരാൻ പറഞ്ഞാൽ കേറണം, ഇല്ലെങ്കിൽ കേറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞു കേറരുത്.
ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം സുബഹിക്ക് മുമ്പുള്ള സമയം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ മക്കൾ റൂമിൽ കയറരുത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കൂലേ? രാത്രി കിടക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കും. രാവിലെ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ട. ഈ മുണ്ട എവിടെ? അല്ലാ കട്ടിലിനടി കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിന്റെ 7 വയസ്സുള്ള മകള് വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്ക് നിന്റെ റൂമിനകത്തെങ്ങാണോ ഓടി കയറി വന്ന കോവളമല്ല, ഗോവ ബീച്ച് ഓർമ്മ വരും. സായിപ്പ് കിടക്കണവരടക്ക വാപ്പ. നിങ്ങളുടെ കാര്യം ഞാൻ പറയണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട. 45 വയസ്സുള്ള നിനക്ക് കണ്ട എന്തെങ്കിലും തോന്നും ഉമ്മയുടെ ഔറത്ത്? പിന്നല്ലേ 7 വയസ്സുകാരൻ. അപ്പൊ സ്വന്തം ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും മക്കള് കാണണ്ട. ഇത് അള്ളാഹ് പറഞ്ഞതാ. അപ്പൊ പിന്നെ കൂടപ്പുറപ്പിന് കാണാവോ? അതുകൊണ്ട് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്ന മകന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം, ഹയവാനെ, ഇനി മേല ഇവിടെ കെട്ടിക്കാൻ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, മേല ഇങ്ങനെ നടക്കരുത് എന്ന് പറയണം. അതാ വാപ്പ. നിന്റെ പൊന്നുമോള് രാത്രി ഇശായ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ബെഡ്റൂമിന്റെ അകത്ത് രാത്രി കിടക്കുമ്പോ ഇടർക്കേണ്ട നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുമ്പോ നീ ഒരു തള്ളയല്ലേ? നിനക്ക് ഈമാനില്ലേ? നിന്റെ ശരീരത്തിൽ അള്ളാന്റെ ദീനിന്റെ മുസ്ലിമിന്റെ രക്തമല്ലേ ഒലിക്കണേ? അവളുടെ കൊടുക്കേണ്ട ഒരെണ്ണം ഇനി മേലാൽ ഇത് വെളിയിൽ ധരിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ എത്രയൊക്കെ നന്മ ചെയ്താലും അള്ളാഹ് നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.